പ്രൈസ് ദി ലോർഡ്. परमेश्वर के नाम की स्तुति हो। ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശം പോലും നാം നഷ്ടമാക്കരുത്. प्रभु ने हमें दिए गए आशीष और अधिकार को हमें कभी नहीं खोना चाहिए। വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ പുത്രനായ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് കൊടുക്കേണ്ടുന്ന എല്ലാ അവകാശങ്ങളും താൻ കൊടുത്തു. विश्वास के पिता अब्राहम ने अपने बेटा इसहाक को सभी अधिकार दे दिया, എന്നാൽ തൻ്റെ ഒരു അവകാശം മണ്ണിട്ട് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. लेकिन उनका कई अधिकार मिट्टी के नीचे दब गया। ശത്രുവായിരുന്നു അത് മണ്ണിട്ട് മൂടിക്കളഞ്ഞിരുന്നത്. इसहाक का उन आशीषों को उनका दुश्मन ने मिट्टी से भर दिया था। അതെന്താണെന്ന് ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 18 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. उनके बारे में उत्पत्ति की किताब 26वीं अध्याय उसका 18 की आयत में लिखे रखा है। തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകളായിരുന്നത്. इसहाक का पिता अब्राहम ने कई कुएं खोदे थे। जब अब्राहम मरा तो उनका दुश्मन ने कुआं को मिट्टी से भर दिया। എന്നാൽ വാഗ്ദത്തത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഇസഹാക്ക് അതേ ഇടത്ത് പോയി ആ കിണറുകൾ കുഴിക്കുവാൻ ആരംഭിച്ചു. लेकिन प्रतिज्ञा के प्रति सचेत होकर इसहाक ने वहीं लौटा और उन कुआं को फिर खोद डाला। താൻ കിണർ കുഴിച്ചപ്പോൾ നീരുറവയുള്ള കിണർ തനിക്ക് മുമ്പിൽ വെളിപ്പെട്ടു വന്നു. എന്നാൽ ആ ദേശത്തിലെ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ വന്ന് ഇസഹാക്കിനോട് ഷണ്ണയിട്ടു അതിനെ കൈക്കലാക്കി. जब पानी मिला तो गेरार की चरवाहों आकर उनसे झगड़ा किया और कहा, ये हमारे पानी है। എന്നാൽ രണ്ടാം തവണയും ഇസഹാക്ക് കുഴിക്കുവാൻ തയ്യാറായി. പക്ഷേ ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു. जब दूसरी बार भी उन लोगों ने इसहाक से झगड़ा किया। എന്നാൽ മൂന്നാം തവണ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 22 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. लेकिन तीसरी बार क्या हुआ, वो उत्पत्ति की किताब 26वें अध्याय उसकी 22वीं वचन में ऐसे लिखे रखा है। അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ഷണ്ണയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. तब उसने वहां से निकलकर एक और कुएं खुदवाया और उसके लिए उन्होंने झगड़ा न किया, इसलिए उसने उसका नाम ये कहकर रखबोत रखा, अब तो यहोवा ने हमारे लिए बहुत स्थान दिया है और हम इस देश में भूले भलेंगे। ഇസഹാക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നാമങ്ങളിൽ ഒന്നായിരുന്നു രഹബോത്ത് എന്ന നാമം. इसहाक की जीवन से जुड़ा एक बहुत ही महत्वपूर्ण नाम है रखबोत। എന്നാൽ ഈ നാമം മണ്ണിനടിയിൽ മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. लेकिन ये नाम मिट्टी के नीचे दबा हुआ था। ഇസഹാക്ക് ധൈര്യത്തോടെ പോയി അതിനെ കുഴിച്ച് പുറത്തെടുത്തു. लेकिन इसहाक ने उसे खोद कर बाहर निकाला। പ്രിയ ദൈവജനമേ, നിങ്ങളുടെ നാമവുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ ശത്രു മണ്ണിട്ട് മൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, प्रिय परमेश्वर के लोगों, आपके नाम से जुड़ा हुआ अधिकार और आशीषें और नाम अगर मिट्टी के नीचे पड़ी तो ദൈവത്തിൽ ആശ്രയിച്ച് മടുത്തു പോകാതെ മുമ്പോട്ട് പോയി അതിനെ കുഴിച്ചെടുക്കുക. प्रभु पर भरोसा रखकर आगे जाकर आप खोद को उसे बाहर निकालें। ഒരു പരിധി വരെ ശത്രുവിന് നിങ്ങളെ തടുക്കുവാൻ കഴിഞ്ഞേക്കാം. शायद एक सीमा तक दुश्मन आपको रोक पाए, എന്നാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചെന്ന് നിങ്ങൾ കുഴിക്കുവാൻ തയ്യാറാണെങ്കിൽ, लेकिन एक सीमा के आगे जाकर आप खोदने के लिए तैयार है तो ശത്രുവിന് നിങ്ങളെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. दुश्मन उस सीमा तक कभी नहीं आ सकता, കാരണം അത് അവകാശിക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഇടമാണ്. क्योंकि उस सीमा के पार केवल हकदारी जा सकता है। ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. पवित्रात्मा आपको कह रहे कि മടുത്തു പോകാതെ മുമ്പോട്ട് പോയി കുഴിക്കുക. बिना थके आगे बढ़ते रहो और फिर से खोदे। അങ്ങനെ കുഴിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, यदि आप ऐसे खोदने के लिए तैयार है तो നിങ്ങളുടെ നാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില അവകാശങ്ങൾ, आपके नाम से जुड़ा हुआ कई अधिकार രഹബോത്തിന്റെ അനുഭവങ്ങൾ, और रेखबोत को
പുറത്തു വരുവാൻ പോകുന്നു. अब बाहर निकाल सकता है. ഗോഡ് ബ്ലസ് യു. प्रभु इस वचन की द्वारा आपको आशीष दीजिए.